ആലപ്പുഴ സ്വദേശിയായ ഹരികൃഷ്ണൻ എസ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവായ ഒരു പ്രമുഖ കളരിപ്പയറ്റ് അഭ്യാസിയും പരിശീലകനുമാണ്. നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് കളരിയെ നെഞ്ചോട് ചേർക്കുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചവരുടെ മുമ്പിൽ ഹരികൃഷ്ണൻ ഇന്ന് ഹീറോയാണ്. 10ാം വയസ്സിൽ ആരംഭിച്ച കളരിയെ ഗിന്നസ് റെക്കോർഡിൽ വരെ എത്തിച്ചിട്ടും വിശ്രമമില്ല. കേരളത്തിന്റെ തനത് ആയുധകലയെ കളരിപ്പയറ്റിനെ ഗിന്നസിലെത്തിച്ച ഒരേയൊരാളും ഹരികൃഷ്ണൻ തന്നെയാണ്. സ്വാഗതം ഹരി, നമസ്കാരം. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഹരികൃഷ്ണന്റെ തുടക്കം എന്ന് പറയുന്നത് പലയിടത്തു നിന്നും കുറേയധികം എതിർപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. കാരണം അത്രത്തോളം നല്ലൊരു ജോലി നിർത്തിയാണ് ഇതിലേക്ക് വരുന്നത്. 10ാം വയസ്സിൽ കളരിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കി. പരിശീലനത്തിലെ ഓരോ ഘട്ടത്തിലും കളരിപ്പയറ്റിനെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ഹരി. ശരിക്കും പറഞ്ഞാൽ മുത്തച്ഛൻ്റെ ഒരു കളരി പാരമ്പര്യം അത് തന്നെയാണല്ലേ കൈമുതലാക്കി പിന്നീടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. ഈ ചെറുപ്പത്തിൽ അമ്മ പറഞ്ഞ കഥയാണ്. ഇന്നതുപോലെ എൻ്റെ അമ്മയുടെ അച്ഛൻ ഇന്നപോലെ കളരിപ്പയറ്റ് അഭ്യാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ആർമി ആയിരുന്നു. റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ സെറ്റിലാകുമായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ വീട്ടിലറിയാതാണല്ലോ ആദ്യമായിട്ട് പോയത്. അപ്പം എപ്പോഴും ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിലീവ് ചെയ്തു. പക്ഷേ അപ്പൂപ്പൻ്റെ കഥകൾ കേട്ടിട്ടാണ് നമുക്ക് ഇതിനോട് ഒരു താല്പര്യം തന്നെ തോന്നിയത്, കളരിപ്പയറ്റ് എന്തെന്നാണ്. അങ്ങനെയാണ് വീരാട് കളരി എന്ന് പറഞ്ഞ കളരിയിൽ ഞാൻ എത്തിച്ചേർന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഹരിയുടെ ഒരു കളരിപ്പയറ്റിൻ്റെ ഓരോ മുറകളൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് തന്നെ ഇരട്ടം ഉറുമൈ അല്ലേ, അത് ലോക റെക്കോർഡ് നേടിയ ഹരിയുടെ പ്രകടനം ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. അത്തരത്തിലേക്ക് ഒരു നേട്ടത്തിലേക്ക് എത്തുമ്പം എങ്ങനെയാണ് ഈ ആദ്യം വിമർശിച്ചവരോടൊക്കെ ഉള്ള ഒരു മറുപടി പറഞ്ഞതൊക്കെ? ഇല്ല, വിമർശിക്കുന്നവരോടും നമ്മളോട് മോശമായിട്ട് പെരുമാറിയവരോടും എത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അവരുടെ തെറ്റിൻ്റെ ആഴം അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരിക്കലും ഞാൻ അവരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ഞാൻ അവരെ തിരിച്ച് എന്നോട് കാണിച്ച രീതിയിലോ പ്രതികരിക്കാനോ ഞാൻ ആളല്ല. നമ്മുടെ വളർച്ചയാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി. തീർച്ചയായും നമുക്ക് വിദ്വേഷവുമില്ല. അത് തന്നെയാണ്. അപ്പം നമുക്കൊരു സംശയമുണ്ട്, ഇരട്ട ഉറുമി വീശിയത് അത് ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം എന്താ പറയുക അത്ഭുത കാഴ്ച തന്നെയാണ്. അത് ഇന്നും കാണുമ്പോൾ അത്ഭുതമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കളരി എന്നത് കുറേ വീഡിയോകളിലൂടെ കാണുന്നു. അപ്പോൾ ഓരോ പരിശീലനങ്ങൾ കണ്ട് അവരത് മനസ്സിലാക്കുന്നു. എന്നാൽ കൃത്യമായ തനത് മുറകളൊന്നും അറിയില്ല. ഈ പറയുന്ന എനിക്ക് തന്നെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം വായിച്ച് മനസ്സിലാക്കുന്ന കുറേ ഘടകങ്ങളാണ്. ഇരട്ട ഉറുമി വീശുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു സാധ്യതകളെ കുറിച്ചൊക്കെ അറിഞ്ഞതും പോരാത്തതിന് അറേബ്യൻ ബുക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് നേടാനൊക്കെ സാധിച്ച ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഇല്ല, ഈ ഉറുമി വീശ ഞാൻ പഠിക്കുന്നത് ഇസ്മായിൽ ഗുരുക്കൾ എന്ന് പറഞ്ഞ ആലപ്പി കളരി എന്ന് പറഞ്ഞൊരു കളരി സ്ഥാപനമുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഈ പണ്ട് എൻ്റെ ആ ഗുരുനാഥൻ തന്നെ പറഞ്ഞു തന്ന അറിവാണ്. ഈ തിരുനാവയിൽ വെച്ച് നടന്ന ഗുരുക്കന്മാരുടെ ഒരു വേദി ഉണ്ടായിരുന്നു, പ്രകടനം കാഴ്ചവെക്കുന്നു. അതിൽ 2 പേർക്ക് അവിടെ അന്നത്തെ കളക്ടർ ഈ പ്രൈസ് മണിയും ഈ വെള്ളിയുടെ ഒരു ഷീൽഡും എല്ലാം കൂടെ ട്രോഫി എല്ലാം കൂടെ കൊടുത്തുകൊണ്ട് ഒരു ഇത് പറയുന്നുണ്ട്. അപ്പം അതിൽ മികച്ചതായിട്ട് ചെയ്ത 2 പേർക്കാണെന്ന് കൊടുത്തത്. അതിലൊരാൾ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഇസ്മായിൽ ഗുരുക്കളായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ ചെയ്തത് ഈ ഇരട്ട ഉറുമിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അത്രയും വളരാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ, അല്ലെ അദ്ദേഹത്തിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിയിലേക്ക് എനിക്ക് ഈ ഒരു കലയെ എനിക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു തെക്കൻ, വടക്കൻ, മധ്യ കേരളം, തുളുനാടൻ ലഹള അങ്ങനെ കുറേയധികം മുറകൾ ഹരി മനഃപ്പാടമാക്കി തന്നെയാണ് ഇന്ന് അത്രയധികം കുട്ടികൾ ഹരിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഉദാഹരണം ആ ഒരു വിജയം തന്നെയല്ലേ? തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെയും അതേപോലെ തന്നെ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ ഈ 4 സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ 4 ശൈലികളിൽപ്പെട്ട കളരിപ്പയറ്റ് മനസ്സിലാക്കാൻ ഒരവസരം എനിക്ക് കിട്ടി. ഞാൻ തുടക്കം പറഞ്ഞ പോലെ തന്നെ സിൽവാസ് ഗുരുക്കളുടെ കളരിയിൽ നിന്നാണ് തെക്കൻ പഠിച്ചത്. മധ്യ കേരളവും വടക്കനും പഠിച്ചത് ഇസ്മായിൽ ഗുരുക്കളുടെ കളരിയിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ വടക്കൻ സമ്പ്രദായത്തിലെ തന്നെ അറപ്പക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി പഠിച്ചത് രഞ്ജിത്ത് ഗുരുക്കളിൽ നിന്നായിരുന്നു. പിന്നെ ഈ തുളുനാടൻ ലഹളമുറ അല്ലെങ്കിൽ ശൈവതന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു വളരെ ഡെഡ്ലി ആയിട്ടുള്ള
ഒരു വിദ്യ മനസ്സിലാക്കി തന്നത് പിന്നെ ഹരിയാശനാണ്. പിന്നെ സിലമ്പം ഈ തമിഴ്നാടിന്റെ നമ്മുടെ കളരി പോലെ തന്നെ തമിഴ്നാടിന്റെ ഒരു മാർഷൽ ആർട്ട് ഉണ്ട്, അത് സിലമ്പം എന്നാണ് അറിയപ്പെടുന്നത്. അത് ഞാൻ എന്നെ മനസ്സിലാക്കി തന്നത് ദീന മാസ്റ്ററാണ്. ഈ പറഞ്ഞതുപോലെ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് തന്നെയാണല്ലേ ഏകവീര അക്കാദമി അല്ലേ? അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമായി പല സംസ്ഥാനങ്ങളിൽ നിന്നായി കുട്ടികൾ താമസിച്ച് കളരി അഭ്യസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇത്രയധികം കുട്ടികളുടെ ഒരു താല്പര്യം അതിലേക്ക് വളർന്നു വന്നതും ഈ ഒരു ഏകവീര അക്കാദമിയുടെ ഒരു വിജയമായിട്ട് തന്നെ കാണുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ ഏകവീര എന്നുള്ളത് എല്ലാരും ചോദിക്കുക എന്താണ്. ഈ സത്യത്തിൽ ഈ കളരിപ്പയറ്റ് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഗവേഷണം, ഇപ്പൊ നമ്മൾ തെക്കൻ വടക്കൻ മധ്യ കേരളം തുളുനാട് ലഹളമുറ അങ്ങനെ പല ഇതില് കളരിപ്പയറ്റിനെ ഇപ്പം അറിയപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദ്രാവിഡ യുദ്ധ മുറയാണ്. അത് കാലാന്തരത്തിൽ, കാരണം വെച്ചാൽ ദ്രാവിഡം ഭരിച്ചുകൊണ്ടിരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള രാജവംശങ്ങൾ എന്ന് പറയുമ്പോൾ ചോള, അതേപോലെ തന്നെ പാണ്ഡ്യ, അതേപോലെ തന്നെ ചേര, ഈ 3 രാജവംശങ്ങളാണ്. അപ്പോൾ ഓരോ മാനിളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു സ്ഥലത്തിലും ഓരോ രാജാക്കന്മാരാണ് കൈയടക്കിക്കൊണ്ട്, അല്ലെ ഓരോ രാജപരമ്പരയാണ് കൈയടക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഈ ചേര രാജാക്കന്മാർ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു യുദ്ധമുറയാണ് ഈ കളരിപ്പയറ്റ്, ഇന്ന് കാണുന്ന കളരിപ്പയറ്റ് എന്നുള്ള ആണ് ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും ഈ ഒരു കോവിഡ് കാലത്തിന് ശേഷം എന്താ പറയുക, ആ ഒരു സമയത്താണ് ഇപ്പം കളരി എന്നും എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടി ആളുകൾക്കിടയിലേക്കും വിദ്യാലയങ്ങളിലേക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് കളരിക്ക് കുറച്ചുകൂടി സ്വീകാര്യത ലഭിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കുമോ? തീർച്ചയായിട്ടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. കാലഘട്ടങ്ങൾ ഒരുപാട് മാറി. ഇത്രയും ടെക്നോളജിയും മെഡിക്കൽ രംഗവും നമുക്ക് ഇത്രയധികം ഡെവലപ്പായിട്ട് പോലും ഈ കോവിഡ് പോലുള്ള മഹാമാരി വന്ന സമയത്ത് ഡോക്ടർമാരും ഈ സയൻറ്റിസ്റ്റുകളും എല്ലാം തന്നെ പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാം. ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാനായിട്ട് ആകെപ്പാട് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നല്ല ദിനചര്യ. ആ ദിനചര്യയിൽപ്പെട്ടാണ് വ്യായാമം, ആഹാരം, നമ്മൾ അനുഷ്ഠാനങ്ങളെല്ലാം, ജീവിത രീതികളെല്ലാം തന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫിലേക്ക് ഒരുപാട് നമുക്ക് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചു പോവുകയാണ്. അപ്പൊ അതിലൊരു മാറ്റം വന്നത് ഈ കോവിഡ് വന്ന സമയത്താണ്. അപ്പം ഈ കളരിപ്പയറ്റ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഫിസിക്കൽ എക്സസൈസ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു 100-150% ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം നല്ല ഉടലുണ്ടെങ്കിൽ മാത്രം നമുക്ക്, ഇപ്പം എൻ്റെ ആശാൻ എപ്പോഴും പറയും, ശരീരം രാജാവും വിദ്യ മന്ത്രിയുമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നല്ല ശരീരമില്ലെങ്കിൽ നമുക്കിത് കൊണ്ടൊന്നും ഒരു ഉപയോഗവുമില്ലാതെ വരും. അപ്പൊ നല്ല ശരീരം നമ്മൾ വളർത്തിയെടുക്കണേ നല്ല ദിനചര്യയിലൂടെ പറ്റത്തുള്ളൂ. നല്ല ഉറക്കം വേണം, നല്ല ആഹാരം വേണം, നല്ല വ്യായാമം. ഇതിൻ്റെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു പഠന രീതി കളരിപ്പയറ്റുള്ളത്. മറ്റുള്ള മാർഷൽ ആർട്സോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും മോശമാണെന്നുള്ളതല്ല, പക്ഷെ ഇതിൽ കുറച്ചും കൂടി ആധികാരികമായിട്ട് നല്ല ചിട്ടപ്പെടുത്തിയ ഒരു ആയോധന കലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യത്തിൽ എല്ലാ രംഗവും തകർന്ന സമയത്ത് എല്ലാവരും ഫോക്കസ് ചെയ്തത് ഈ ഫിസിക്കലായിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് വന്ന സമയത്ത് എല്ലാ ബിസിനസ്സുകൾ പോലും തകർന്ന സമയത്ത് പോലും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ഈ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കും ഇതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായും ഈ ഒരു അക്കാദമിയൊക്കെ തുടങ്ങുമ്പോഴേ ശരിക്കും എങ്ങനെയായിരുന്നു? ആ ഒരു കോവിഡ് കാലത്തിന് ശേഷമാണോ ഹരിക്കുള്ളിലും അങ്ങനെ ഒരു അക്കാദമി തുടങ്ങാം, കുറേയധികം ആളുകൾക്കിടയിലേക്ക് ഇത് എത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി പോലും എത്തിയത്? കാരണം 10ാം ക്ലാസ് തൊട്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഹരി കളരി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഹരിയുടെ ആ ഒരു ഇൻട്രസ്റ്റ് അത് മറ്റുള്ള കുട്ടികളും ഇപ്പോഴുള്ള കുട്ടികളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ കളരിയോട്? ഇല്ല, ചെറുപ്പത്തിൽ തന്നെ ഞാൻ പഠിക്കാനായിട്ട് പോയായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ചെറുതായിട്ട് കുട്ടികളെ പഠിപ്പിച്ചും തുടങ്ങിയായിരുന്നു. ഞാൻ ഒരു 11 വർഷമായി ഇപ്പൊ പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ചിട്ട്. പക്ഷെ ഈ കോവിഡ് സമയത്താണ് ഇതിന്റെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അവരുടെ കുട്ടികൾക്ക് അടുത്ത ജനറേഷന് ഒരു നല്ല കായിക ശേഷിയും
മാനസിക ബലമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കളരിയിലൂടെ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലായപ്പോഴാണ് നമ്മൾ പിന്നെ അതിനെപ്പറ്റിയുള്ള അവയർനെസ് ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുപാട് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കളരിക്ക് നല്ല രീതിയിലുള്ള ഒരു അംഗീകാരം ആൾക്കാരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ സ്വീകാര്യത ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിപ്പെട്ടു. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും തീരെ കൊച്ചുകുട്ടികളും ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് പ്രായമുള്ള ആൾക്കാരും എല്ലാം കളരിയിൽ ഇപ്പൊ ജോയിൻ ചെയ്ത് അതിൻ്റെയൊക്കെ ഒരു ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഹരിയുടെ ദിനചര്യയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലാതെ കളരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹരിയുടെ ഒരു റുട്ടീൻ എങ്ങനെയാണ് പോകുന്നത്? കാരണം ഈ കളരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ, കളരിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എന്താണ് ഹരിയുടെ ഒരു റുട്ടീൻ? അല്ല, കളരിക്ക് വേണ്ടിയല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അത് കളരി എന്നെ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാതൃകയായിട്ട് നിന്നാൽ മാത്രമേ കുട്ടികൾ നമ്മളിലേക്ക് ആകർഷകരാകുകയും, അതേപോലെ തന്നെ അതൊരു ആചാര്യൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച വിദ്യ നിരന്തരമായിട്ട് ചെയ്യുകയും ആചരിക്കുകയും അതിനെ ബാക്കിയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ലതിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിനാണ് ആചാര്യൻ എന്ന് പറയുന്നത്. അപ്പം ഈ ആചാര്യ ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലാണ് ഈ ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പം പഠിച്ച വിദ്യ പഠിപ്പിക്കുകയും അതേപോലെ സ്വന്തമായിട്ട് ചെയ്യുകയും കുട്ടികളെ ആകർഷിക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ മറ്റു സമൂഹത്തിലുള്ള ആൾക്കാരെ ആകർഷിക്കുകയും അതിലൂടെ ഈ ആകർഷിക്കുന്ന കുട്ടികളുടെ മേലൊരു ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിവുള്ളവരാണ് ഒരു ഗുരുനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തന്നെ ഇതിലേക്ക് മാറ്റിയെടുത്ത് അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നല്ല ചിന്തകളിലേക്ക് എത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു 90% വിജയം കാണുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മുടി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാറുണ്ട്? കാരണം ഈ കളരിയൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായി വരാറുണ്ട്. കാരണം ഉറുമിയൊക്കെ വീശിയടിക്കുമ്പോൾ അത് എല്ലാവരും വീഡിയോൻ്റെ അടിയിലൊക്കെ ഞാൻ കമൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇല്ല, അങ്ങനെയില്ല. ഇത് മെയിൻറ്റെയിൻ ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ഇത് ജനറ്റിക് ആണ്. എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയാണ്. അപ്പം അത് ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. പലരും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒന്നും തന്നെ ചെയ്യാറില്ല. നമ്മള് വീട്ടില് കാച്ചിന എണ്ണയും അതേപോലെ തന്നെ അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഈ ഉറുമി വീശുമ്പം മുടി പൊട്ടിപ്പോവോ അങ്ങനെയൊക്കെ കുറെ സംശയങ്ങളൊക്കെ കമന്റ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹരിയാണെങ്കിൽ? ഞാനിങ്ങനെ പല ഇതും കാണുന്നുണ്ടായിരുന്നു. അതേ സില്ലി ആയിട്ടുള്ള കമന്റ്സ് ആയതുകൊണ്ട് അതൊരു ആൾക്കാരുടെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പോ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അതും ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു ഞാൻ മുടി വളർത്തുന്നത്. അപ്പം തൊട്ടേ ഇത് യൂസ്ഡ് ആയതുകൊണ്ട് എനിക്ക് അതൊരു തടസ്സമായിട്ടോ അതൊരു ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് ഈ കളരി ചെയ്യുമ്പോഴോ അല്ല മറ്റുള്ള പ്രവൃത്തി ചെയ്യുമ്പോഴോ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. തീർച്ചയായും. ഇനിയിപ്പോൾ മലൈക്കോട്ടെ വാലിബൻ അല്ലേ, ആ സിനിമ കണ്ടവരെല്ലാം വാലിബനെ മലർത്തിയടിക്കുന്ന മങ്ങോട്ട് മല്ലനെ മറക്കാനിടയില്ല. കാരണം അത് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു വില്ലൻ ആരായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ മഹാനടനോടൊപ്പം ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനൊപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെൻ്റൊക്കെ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ? അത് എനിക്കൊരിക്കലും പ്രതീക്ഷിക്കാതെ വന്നൊരു കാര്യമാണ്. ഞാനായിട്ട് ഇങ്ങനൊരു ഫിലിമിലേക്ക് എത്തിച്ചേരണമെന്നോ ഒന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഓഡീഷനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും പോകുന്നതല്ല. എൻ്റെ പ്രധാനമായിട്ടുള്ള ഇതെന്ന് പറയാൻ നേരത്ത് കളരിപ്പായിട്ട് പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇതിന് പഠിപ്പിച്ചെത്തിക്കുക, അങ്ങനെ ഒരു താല്പര്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിജോ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ പറയുന്ന ഇന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു ഇരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഒരു തമാശ രൂപത്തിലാണ് പറഞ്ഞത്. ഇന്നപോലെ ലാലേട്ടനോ അല്ല മമ്മൂക്കയോ ഉള്ള പടത്തിലെ പ്രധാന വേഷം അല്ലെങ്കിൽ വില്ലൻ അങ്ങനെയുള്ള ചെയ്യാമെന്ന്. പക്ഷെ ഇത് ഇങ്ങനൊരു ഇങ്ങനൊരു ഓഫർ വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഓണിലാണ്. ഇപ്പം ഒന്നും റിലീവ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ലെന്നേ. തീർച്ചയായും ഈ സിനിമയിലൂടെ കളരിക്കും ആയോധനകൾക്കും കിട്ടുന്ന ഒരു സ്വീകാര്യത അത് എത്രത്തോളം ഉണ്ട്? അത് വാക്കുകൾ പറയാൻ പറ്റുന്നതിനപ്പുറമാണ്. കാരണം എനിക്ക് തന്നെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 8 നാഷണൽ മെഡൽ നേടിയിട്ടുണ്ട്. അതേപോലെ 2 നാഷണൽ റെക്കോർഡ്, ഗിന്നസ് ഉൾപ്പെടെ 2 ഇന്റർനാഷണൽ റെക്കോർഡ്. ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനൊരു ലിമിറ്റ് വന്നു. ഒരു ഹൈപ്പിൽ ഒരു പരിമിതി ഉണ്ടല്ലോ എത്രത്തോളം വളരാമെന്നുള്ളതില്.
അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഒരു വിദ്യാർത്ഥി എന്ന പോലെ ഒരു വീഡിയോ ട്വിറ്ററിൽ ഭയങ്കര വൈറലായി. അപ്പോൾ മറ്റേ ആനന്ദ് മഹേന്ദ്ര, ബാബ രാംദേവ്, പിന്നെ വിദ്യുത് ജമാൽ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇതിനെ ഷെയർ ചെയ്യും, ഭയങ്കര അങ്ങ് പോപ്പുലർ ആവുകയും ചെയ്തു. അപ്പം ഞാൻ ഇത്രയും ഒരു 10 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 12 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം കൊണ്ട് ഞാൻ നേടിയെടുത്ത ആ ഒരു പബ്ലിസിറ്റിനേക്കാൾ അപ്പുറം പോയി ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ ഹൈപ്പ്. അപ്പൊ അത് എന്താന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അതൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് അത് ഷെയർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത്രയും അധികം ഇതുണ്ട്. വിദ്യുത് ജമാലൊക്കെ അന്ന് ഈ കുട്ടിയുടെ ഈ പ്രകടനം കണ്ടിട്ട് അദ്ദേഹം എനിക്കൊരു 5 ലക്ഷം രൂപയാണ് നമ്മുടെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ കുട്ടികളെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നത്. അപ്പം അത് ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, ഓക്കെ, ഇത്രയും സെലിബ്രിറ്റി ആയതുകൊണ്ടും അതേ മൂവി ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടും ആയിരിക്കാം ഇങ്ങനൊരു ഇതുണ്ടായത്. അപ്പൊ ഞാനും ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കളരി ഇതേപോലെ മീഡിയ അല്ലെങ്കിൽ മൂവി പോലുള്ള സംഭവങ്ങളിലേക്ക്, പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് ഇത് ഒരു എത്തിച്ചേരും. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കുകയും അവർക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. കാരണം അന്നത്തെ സമയത്ത് ഈ ഗവൺമെന്റിന്റെ പരമായിട്ടുള്ള നേട്ടങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഖേലോ ഇന്ത്യ, നാഷണൽ ഗെയിംസ്, അങ്ങനെ ഒരുപാട് ടൂർണമെന്റും ഒരുപാട് കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, അതേപോലെ തന്നെ പ്രൈസ് മണി എനിക്ക് 5 ലക്ഷം രൂപ എന്താണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കളരിപ്പയറ്റിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, ജോബി സാധ്യത. അപ്പൊ അതിപ്പോ മൂവി റിലേറ്റഡ് ആയിട്ട് എന്ത് നോക്കിയാലും ഇപ്പൊ ഞാൻ ഒരു കമ്മിറ്റ് ചെയ്തിരിക്കുന്ന 3 മൂവിയിലാണെങ്കിൽ പോലും ഇത് കളരി റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം. ഇപ്പൊ എന്നെ അവരെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ കഥകളി, തെയ്യം, വേലക്കളി തുടങ്ങിയ പരമ്പരാഗത കലാരൂപങ്ങൾക്കൊക്കെ ശരിക്കും മെയ്വഴക്കം ഇത് കളരിയിൽ നിന്നാണ് ലഭിക്കുന്നവർ. അപ്പൊ കലാരൂപങ്ങളുമായി ഈ കളരിക്ക് അടുത്ത ബന്ധമുണ്ടല്ലേ? ഈ 64 കലകളുടെയും ഉത്ഭവം ശിവനിൽ നിന്നാണെന്നല്ലേ പറയുന്നത്. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം നമുക്കിപ്പം അങ്ങനെയുള്ള പാരമ്പര്യം അല്ലെങ്കിൽ പോലും നമുക്ക് എന്തിലാണെങ്കിൽ പോലും ശരീരത്തിന് മെയ്വഴക്കവും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു മൂവ്മെന്റ്സും നമുക്ക് ശരീരത്തിന് വരുത്താൻ പറ്റില്ല. ഇപ്പം ഏത് സ്പോർട്സ് വേണമെങ്കിലും എടുത്തു നോക്കിയിട്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ചൈനയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വയസ്സ് വരെ കമ്പൽസറി ആയിട്ട് അവര് കുട്ടികളെ ജിംനാസ്റ്റിക്സിന് വിടും. അത് കഴിഞ്ഞ് 12 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവര് അവർക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ഏതാണോ, ആക്ടിവിറ്റി ഏതാണോ അതിൽ ചെയ്യുന്നത്. കാരണം ശരീരം കൊണ്ട് അവരെ എന്തിലേക്കും എത്തിക്കാൻ അവരെ തയ്യാറെടുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് അവരെ ഒരു സ്പോർട്സിൽ കൊണ്ടിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും. കാരണം ഫൗണ്ടേഷൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നില വേണമെങ്കിലും കെട്ടിപ്പൊക്കാന്ന് പറയുന്ന പോലെയാണ്. അതേപോലെ തന്നെയാണ് കളരിയും. കളരി നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഗുരുനാഥന്റെ കീഴിൽ അവരുടെ അറിവിനകത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗുരുവിനെ അറിയാം അവർക്ക് ഏത് രീതിയിനെ അവരെ ഓരോ കുട്ടികളെ ഒരു പ്രായഭേദമന്യേ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ 5 വയസ്സുകാരെ പഠിപ്പിക്കുന്ന പോലെ അല്ല ഒരു 50 60 ഉള്ളവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ അവരെയും കളരിയാണ്, ഇവരെയും കളരിയാണ്. ഓരോരുത്തരുടെ ശരീരത്തിന്റെ ഘടന, അവരുടെ ശരീരത്തിന്റെ അവസ്ഥ, രോഗാവസ്ഥ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് എന്താണോ ആവശ്യം, അവരാഗ്രഹിക്കുന്ന അല്ല, അവരുടെ ശരീരത്തിനും അവരുടെ ഫ്യൂച്ചറിനും എന്താണോ ആവശ്യം അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈ കളരിപ്പയറ്റ് ഇന്ന് വെറുമൊരു ആയോധന കല മാത്രമല്ല, പ്രധാനപ്പെട്ടമായിട്ടും കുട്ടികൾ ഈ വിദ്യ പഠിക്കുമ്പോൾ അവരുടെ ശാരീരികക്ഷമത കൂടി വളരെ മാറ്റം വരികയാണ്, ഏകാഗ്രത കിട്ടുകയാണ്, കൃത്യമായി തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവും മെച്ചപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായികപരമായിട്ടുള്ള മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു തയ്യാറെടുപ്പ് വരുന്നത്, മാനസികപരമായിട്ടും അതേപോലെ തന്നെ ഒരു സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. കാരണം പല ആൾക്കാർക്കും ഒരു പേടിച്ച് ഒരു കാര്യത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നല്ല സൊല്യൂഷൻ അല്ല. കാരണം ഓടുന്നവൻ എത്രത്തോളം ഓടും. അതുകൊണ്ട് നമ്മളൊരു പ്രശ്നത്തെ അഭിമുഖീകരിച്ച് അതിനെ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ബലം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണം. നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു അത്രത്തോളം നമുക്ക് ജീവിതത്തിൽ ഉയരത്തിൽ പോകുമ്പോൾ അവിടുന്ന് ചില സാഹചര്യങ്ങൾ, ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തളർന്നു പോവുകയോ അല്ല താഴെ വീഴാതെയോ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കണം. അതിനുള്ള കൃത്യമായിട്ടുള്ള അറിവും നല്ലൊരു ലീഡർഷിപ്പും എല്ലാം തന്നെ നമുക്ക് കളരിയിലൂടെ
കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു നൽകാൻ കഴിയും. അതുകൊണ്ടാണ് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെയിലത്ത് അല്ല, തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതുതന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം, പെൺകുട്ടികളടക്കം കളരിയെ വളർത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ഉണ്ണിയാർച്ചയും തുമ്പാലാർച്ചയും ഒക്കെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അല്ലേ. അത്തരത്തിൽ പെൺകരുത്തായി കളരി പഠിക്കുന്ന പെൺകുട്ടികൾ മാറിയിരിക്കുകയാണ്. അവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നുണ്ട്. പെൺകുട്ടികൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നതെന്ന് ചോദിച്ചിരുന്ന കാലത്ത് നിന്ന് എൻ്റെ കുട്ടിയും പഠിപ്പിക്കണമെന്ന് രക്ഷിതാക്കളൊക്കെ അങ്ങനെ മുൻകൈ എടുത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുകയാണല്ലേ. അതെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ വന്നു എന്നുള്ള എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ കുമരിഖണ്ഡം എന്ന് പറയുന്ന ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ പാണ്ഡ്യവംശമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് ഭയങ്കര പവർഫുള്ളും അഡ്വാൻസ്ഡും ആയിട്ടുള്ള ഒരു സമൂഹമാണ് അവിടെ ജീവിച്ചിരുന്നത്. ആ കുമരിഖണ്ഡം എന്നുള്ള പേര് കുമരി എന്ന് വെച്ചാൽ മറ്റേ പെൺകുട്ടികളെയാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളെയാണ് പറയുന്നത്. അവരാണ് അവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് കാലപ്പോക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് പെൺകുട്ടികൾ അങ്ങനല്ല ഇങ്ങനെയാണെന്നുള്ള, അത് ഏത് കാലഘട്ടത്തിലാണ് ആ ഒരു മാറ്റം സംഭവിച്ചത്, ആരുടെ മനസ്സിൽ തോന്നിയ ഇതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ എന്തുകൊണ്ടും ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പെട്ടെന്ന് പഠിച്ചെടുക്കാനും കഴിവുള്ളത് ഞാൻ കണ്ടിരിക്കുന്നത് പെൺകുട്ടികളിലാണ്. ഡിറ്റർമിനേഷൻ അവർക്ക് ആൺകുട്ടികളെക്കാൾ വളരെയധികം കൂടുതലാണ്. ഒരു മൾട്ടി ടാലന്റഡ് ആണ്, മൾട്ടി ടാസ്കിങ് ഒരേ ടൈമിൽ ചെയ്യാൻ കേപ്പബിൾ ഉള്ളവരുമാണ് സ്ത്രീകൾ. ഇപ്പം ഏകവീരയിലാണെങ്കിൽ പോലും ഒരുപാട് പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അത് പ്രായഭേദമന്യേ 3 ജനറേഷൻ ഉൾപ്പെടെ പഠിക്കുന്നുണ്ട്. കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് പഠിക്കുന്നത്. ഒരു സംശയം, നമുക്കറിയാം ശരീരത്തിന് കൂടുതൽ വഴക്കവും ഏകാഗ്രതയും എല്ലാം കിട്ടണമല്ലോ ഇത് പഠിക്കുമ്പോൾ. അപ്പോൾ കളരി പഠിക്കാൻ പ്രത്യേകിച്ച് ഒരു പ്രായമുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് പീരീഡ്സ് ടൈമിലൊക്കെ കളരി പഠിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ചോദ്യമാണ്. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഇടങ്ങളിൽ ഈ പീരീഡ് സമയത്ത് കളരി ഉള്ളിൽ കയറരുതെന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും നമ്മൾ നോക്കിയാൽ മതി, പണ്ട് കാലങ്ങളിൽ ഈ പീരീഡ്സ് ആയ സമയത്ത് ഈ അമ്പലങ്ങളിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത് മെയിനായിട്ടും പണ്ട് അറിയാമല്ലോ, ഒരു വനം നാട്ടിൽ കുറച്ച് ദൂരത്തോട്ട് മാറിയിട്ടായിരിക്കും ഈ അമ്പലങ്ങളെല്ലാം ഉള്ളത്. ഒന്ന് വെളുപ്പിനെയും അല്ലെങ്കിൽ ശ്രീസന്ധ്യ സമയത്ത് നൈറ്റിലും ആയിരിക്കും അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലല്ല, അന്ന് ഇരുളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വന്യമൃഗങ്ങളെ ഇതുകൊണ്ട് ആക്രമിക്കാൻ, ഇതിന്റെ സ്മെല്ല് കൊണ്ടുവന്നിട്ട് ആക്രമിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പോകരുതെന്ന് പറയുന്നത്. ഇനി ഈ കളരി പഠിക്കുന്നത് എന്തുകൊണ്ട് ഈ സമയത്ത് ആ ഒരു ഭാഗത്തേക്ക് ഒരു നീർക്കോൾ ഉണ്ടാകുകയും അവർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ഇറിറ്റേഷൻ വന്നുകൊണ്ടേയിരിക്കും. ചില ആൾക്കാർക്ക് ഇപ്പം വയറിന് വേദന, ചിലവർക്ക് നടുവിന് ബുദ്ധിമുട്ട്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 4 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറയും. അതുമായിട്ടൊന്ന് ആ പെയിനുമായിട്ടൊന്ന് സ്യൂട്ടബിൾ ആകാനും അതിന്റെ പെയിൻ റിഡ്യൂസ് ചെയ്യാനുമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പഠിക്കരുതെന്ന് പറയുന്നത്. പിന്നെ ഈ ആചാരപ്രകാരം ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ജന്മം കൊടുക്കാനുള്ള ഒരു കഴിവ് ഭൂമിക്കും അതേപോലെ തന്നെ ഒരു സ്ത്രീക്കും മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മയാകാൻ പോകുന്ന ഒരു തയ്യാറെടുപ്പിൽ ഒരു അമ്പലത്തിൽ ചെന്ന ദൈവം പോലും എണീറ്റ് നിൽക്കണമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനത്തെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം മഹാഭാരതത്തിൽ പോലും പാഞ്ചാലിയുടെ വസ്ത്രം ഉരിയുന്ന സമയത്ത് പാഞ്ചാലി അന്ന് പീരീഡ്സ് ആണ്. ആ സമയത്ത് നമ്മൾ ദൈവമായിട്ട് കാണുന്ന, ദൈവം തന്നെ വിശ്വസിക്കുന്ന കൃഷ്ണനാണെങ്കിൽ ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ അതിനൊന്നും പലർക്കും ഉത്തരങ്ങളില്ല. അപ്പം ഇപ്പം നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന നേരത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അവരുടെ കംഫർട്ടബിൾ ആണ് നമ്മൾ മുന്നോട്ട്. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് അക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണല്ലോ. നമ്മളിപ്പോൾ ദിനം പ്രതി ഒട്ടനവധി റിപ്പോർട്ടുകൾ തന്നെയാണ് അത്തരത്തിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ തന്നെ കുറേയധികം അവരെ ഒന്ന് ബോൾഡ് ചെയ്തെടുക്കാനൊക്കെ കളരിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ വിദ്യാലയങ്ങളിൽ കളരി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹരികൃഷ്ണന്റെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്നതും ഒരു വിദ്യാലയത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുന്നതും വളരെ വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും കുട്ടികളിൽ വരുന്നത്. കാരണം എല്ലാവർക്കും
ഈ സമയത്ത് ഇവിടെ കാരണം ഇപ്പൊ കളരി എന്ന് പറയുമ്പോൾ വൈകുന്നേരം അല്ല രാവിലെ ആയിരിക്കും. ആ സമയത്ത് രക്ഷകർത്താക്കൾക്കായാലും കുട്ടികൾക്കായാലും എത്തിച്ചേരാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ കാണാറുണ്ട്. ഇപ്പം നമ്മുടെ കളരിയിൽ ഒരുപാട് കുട്ടികളുണ്ടെങ്കിലും പക്ഷെ ഇനിയും ആൾക്കാർക്ക് ഈ ഒരു പ്രദേശത്തു നിന്നാണെങ്കിൽ നോക്കുവാണെങ്കിൽ പോലും ഇനിയും ഒരുപാട് ആൾക്കാർക്ക് വന്ന് പഠിക്കാൻ കുട്ടികളുണ്ട്. പക്ഷെ അവർക്ക് സാധിക്കാത്തതിന് പല പല കാരണങ്ങളാണ്. അപ്പൊ ഇത് സ്കൂളിലാണെങ്കിൽ ഒരു ഗുണം എന്ന് പറയാൻ നേരത്ത് അവർക്ക് കൃത്യമായിട്ട് ഈ ഒരു നോളേജ് അവരിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പം നമ്മള് പണ്ടത്തെ രീതിയേ അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ മൈൻഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തെറ്റ് ചെയ്ത് ശരി ചെയ്തതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവരെല്ലാത്തിലും അങ്ങ് ആകർഷകരായിട്ട് അവർ അതിലേക്ക് അങ്ങ് പോവുകയാണ്. ഇപ്പൊ ഒരു നമ്മൾ തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്നുള്ള ഒരു 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 വിവേകം അവർക്ക് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അവരാദ്യമേ ഇങ്ങനെയുള്ള കലകൾ പഠിക്കുമ്പോൾ ശരീരത്തെക്കുറിച്ചും അത് ചെയ്താലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് കിട്ടും. ഇപ്പോൾ ഉള്ള എനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ ഒരു ഒരു ക്ലാസ് പോലെ ഇതിനെ കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ അധികം ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ആകുന്നില്ല. നമ്മൾ അതും നല്ല കുറച്ച് ഇൻഫ്ലുവൻസ് പേഴ്സണിനെ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കണം. ഇപ്പം ആക്ടർമാര് അതേപോലുള്ള ആൾക്കാർ പറയുന്ന വാക്കുകൾ കൂടുതൽ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇതാണ്. ഇപ്പം മൂവിയിലൊക്കെ ആണെങ്കിലും പണ്ട് ഈ കള്ളും ഈ സിഗരറ്റും ഒക്കെ നമ്മള് ഉപയോഗിക്കുന്ന സമയത്ത് യാതൊന്നും എഴുതി വരത്തില്ല. ഇത് കണ്ട് ഒരുപാട് കുട്ടികൾ ഇൻഫ്ലുവൻസ് ആയി കൊച്ചിലൊക്കെ. നമുക്കറിയാലോ ഈ സിനിമ എന്ന് പറയുന്ന സംഭവം ഒരുപാട് കുട്ടികളിലേക്ക് ഇൻഫ്ലുവൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ടും താഴെ ചെറുതായിട്ടൊരു പേരിനാണ് ഇത് ആൽക്കഹോൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആൾക്കാരെ സ്കൂളുകളിൽ ഇതിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ശരീരം എന്തെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതിനോടൊക്കെ ഒരു ഗ്യാപ്പ് ഇടും. അവർ തെറ്റേത് ശരി ഏതെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ പല കുട്ടികളെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഇവിടെ വന്നിട്ട് ഒരുപാട് മാറ്റം ഞാൻ വരുത്തി നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ആരാണ് നിങ്ങളെ പുഷിയത്? ആരുമല്ല, ഇത് ഉപയോഗിക്കുന്ന കണ്ടിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നി ഉപയോഗിക്കുകയാണ്. പിന്നെ അത് അങ്ങ് അഡിക്ഷനായി മാറുകയാണ്. അപ്പം അതൊരു ഹീറോയിസം പോലാണ് അവരിതിനെ കാണുന്നത്. ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ഈ കുട്ടികളെ ഈ ഉപദ്രവിക്കുന്നത് പോലും എന്തോ അത് ഭയങ്കര വലിയൊരു ഹീറോയിസം പോലാണ് കുട്ടികൾ കാണുന്നത്. അതേപോലെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതും മറ്റുള്ള കുട്ടികളെ ഒരു എന്താ പറയാ, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഇവരിതെല്ലാം കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനല്ല, അത് റിയാലിറ്റി അല്ല എന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കലകൾ നല്ല രീതിയിൽ പഠിച്ച ഗുരുക്കന്മാരെ എന്നുവെച്ചാൽ നമ്മളിപ്പം കായികപരമായിട്ട് കൈയും കാലും പൊക്കാൻ പറ്റുന്നവർ മാത്രം കൊണ്ട് ഇതുകൊണ്ട് ഗുണമില്ല. കാരണം അവർ മാനസികമായിട്ട് ഓരോ കുട്ടികളെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു കഴിവുള്ള ആൾക്കാരെ ഈ സ്കൂളിലേക്ക് ഈ കളരിപ്പേരിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവരെ അസൈൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഗുണം കുട്ടികൾക്ക് വെച്ചാൽ ഒരു നല്ലൊരു യുവതലമുറേനെ നമുക്ക് വാർത്തെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അത് തന്നെയാണല്ലേ ഇപ്പൊ രാജ്യത്ത് നിന്ന് ഒട്ടനവധി സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ ഹരീഷ്ണന്റെ അടുത്ത് വരുന്നുണ്ട്. അവർക്കുള്ള ഒരു ക്ലാസ്സുകളും എങ്ങനെയാണ് അതിന്റെ ഒരു രീതികളെന്നൊന്ന് പറയാമോ? ഇപ്പൊ നമുക്ക് കാശ്മീർ തൊട്ട് കേരളം വരെയുള്ള ആൾക്കാർ വരെ നമുക്കിവിടെ വന്നിട്ട് നമ്മൾ ഈ 6 മന്ത് 1 ഇയറിന്റെ ഒക്കെ ഡിപ്ലോമ പോലെ നടത്തുന്നുണ്ട്. അപ്പം അതില് പഠിക്കാനായിട്ട് ഇവിടെ നിന്ന് പഠിക്കാൻ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പൊ ബ്രാഞ്ചസ് തന്നെ ആണെങ്കിലും ഒരു 3 രാജ്യങ്ങളിൽ ഒരു 25ഓളം ബ്രാഞ്ചുകൾ നമുക്ക് ഇപ്പൊ നിലവിൽ ഏകവരയ്ക്ക് മാത്രമുണ്ട്. അതല്ലാതെ എൻ്റെ വിദ്യാർത്ഥികൾ പല സംസ്ഥാനങ്ങളിലും ഇവിടുന്ന് പോയി അവർ സ്വന്തമായിട്ട് ക്ലാസ് ഇടുകയും അവിടെ ഒരുപാട് കുട്ടികൾ, ഇപ്പം കാശ്മീരൊക്കെ ആണെങ്കിൽ പോലും ഇഷ്വാഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ മറ്റൊരു വിദ്യാർത്ഥിയുള്ളൂ, ഷാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാനാണ് അവിടെ ചെന്ന് ആ കളരി തുടങ്ങി കൊടുത്തത്. അപ്പം അവിടെ എന്ന് പറയാൻ നേരത്ത് വളരെ ഇടുങ്ങിയൊരു സ്ഥലമാണ്. പണ്ട് അതിനെ പറയുന്നത് മിനി പാകിസ്ഥാൻ എന്നാണ് ആ ഏരിയനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങള് ശ്രീനഗറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു, 5 മാസം ആയിട്ടുള്ളായിരുന്നു, ഭീഷ്മ എന്നാണ് മോൻ്റെ പേര്. ഫുൾ നെയിം ഭീഷ്മ ഏകവീര ശേഖർ എന്നാണ്. അപ്പം ഞങ്ങൾ ഒരു 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടി പാസ് ചെയ്ത് പോകുന്നത് കഴിഞ്ഞു, അടുത്ത ഞങ്ങളുടെ വണ്ടി പാസ് ചെയ്തു. തിരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വേറൊരു വണ്ടിയുണ്ട്, ആ വണ്ടി തിരിച്ചു പോകുമ്പോൾ ഒരു 2 പേരെ കണ്ട് ഷൂട്ട് ഔട്ട് ചെയ്ത് കൊന്ന. അപ്പം അങ്ങനെ ടെററിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ
അപ്പൊ ഇവരെ ചെക്ക് ചെയ്ത് ഞങ്ങൾ അപ്പോൾ ഹോട്ടലിൽ തങ്ങി, ഞങ്ങളുടെ കൂടെ വന്നവർ പോകുന്ന വഴി കുട്ടികളെ ഇവരെ ചെക്ക് ചെയ്ത് ഫുള്ളായിട്ട്. കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് പോലും നമുക്ക് നേരത്തെ അറിയാം ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉള്ള ഒരു ഏരിയ ആണെന്നെല്ലാം ഇവൻ ഇവിടെ നിന്ന് പഠിക്കുമ്പോഴേ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ചെന്ന് അവിടുത്തെ MP ഒക്കെ ആയിരുന്നു, MP MLA. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു MLA-നെ കാണുന്നത്. എനിക്ക് തോന്നുന്നു 25 24 വയസ്സുള്ള ആളെ. അപ്പം അങ്ങനെ അവരെല്ലാം വന്നത് ഒരു വലിയൊരു ഉത്സവം പോലെയാണ് ആ കളരീനെ അല്ലെ നമ്മുടെ കലേനെ അവർ സ്വീകരിച്ചത്. ഇപ്പൊ ഏകദേശം നല്ലൊരു ഒരു കുട്ടികൾ ഇപ്പൊ ഇതിലേക്ക് കളരിപ്പയറ്റ് ഇപ്പം അവിടെ എത്തുകയും വളരെയധികം കുട്ടികളെ അതിൽ നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള കലയെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇപ്പൊ നാഷണൽ ഗെയിംസിലൊക്കെ ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹരീനെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തന്നെയാണല്ലേ? കാരണം ഇത്രയധികം കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം, അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കണം. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഈ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുമ്പം എൻ്റെ വൈഫ് ഇപ്പം B.Ed കഴിഞ്ഞതാണ്, ഡിഗ്രി കഴിഞ്ഞു, പിന്നെ B.Ed എടുത്തു, ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ നല്ല അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും എൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം എൻ്റെ വൈഫും എല്ലാം കളരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊന്നിത്തങ്കം പോലുള്ള അതിൻ്റെ അകത്തെല്ലാം അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഈ കളരിയെ മാനേജ് ചെയ്യുന്ന എല്ലാം വൈഫ് തന്നെയാണ്. പിന്നെ എൻ്റെ അമ്മ ഇതിനോട് പൂർണ്ണമാധി പണ്ട് തൊട്ടേ, ഇപ്പം എൻ്റെ വൈഫ് വരുന്നതിനേക്കാൾ മുമ്പ് ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ ചേട്ടനും കളരിയാണ്, 3 പ്രാവശ്യം നാഷണലിൽ പ്ലേ ചെയ്തിട്ടുണ്ട്, മെഡലും കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ചെന്നൈക്ക് ഈ ഫീൽഡല്ല എങ്കിലും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അവരിൽ നിന്ന് മാത്രം സപ്പോർട്ട് ഉപയോഗിച്ചല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് മറ്റൊരാൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് വരൂ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. നമ്മുടെ പ്രയത്നം നല്ല രീതിയിൽ ചെയ്യുക, നമുക്കതിനുള്ള കർമ്മഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അത് നല്ലതാണെങ്കിലും ചീത്തതാണ്. ശരി, എന്തായാലും വളരെയധികം നന്ദി ഹരി നമ്മോടൊപ്പം പങ്കുചേർന്നതിൽ. കളറിപ്പയറ്റിനെ ജനപ്രിയമാക്കാനും ഈ ആയോധന കലയെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകാനും ഹരികൃഷ്ണൻ എടുക്കുന്ന എഫേർട്ട് അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എന്തായാലും ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് തന്നെ എത്താൻ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി നമ്മോടൊപ്പം പങ്കുചേർന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.